പെണ്ണെ കൽബിലെ തേനെ ചുന്ദരി പൂവേ മൈലാഞ്ചി മൊഞ്ചുള്ള പെണ്ണെ റംഗേറും ബീവി ചുങ്കേറും നാരി കാലോത്തരാവിൽ പൂക്കും പൂവേ ഓ സത്തായ മാരൻ ആഘോഷത്തേരിൽ ഇത്തിടും കിസ്സും പാട്ടും മൂളി മാരൻ ഇവളോ മാതക മലര ചോരണ മധുവിതുരാവ മാരൻ കൂറി മാരി വിറാണി പോരിശയാലി കതിരുടെ ചിതറവി മൈലാഞ്ചി മുഞ്ച് മൈലാഞ്ചി മുഞ്ച് മൈലാഞ്ചി മുഞ്ച് ചുന്ദരി പൂവേ മൈലാഞ്ചി മൊഞ്ചുള്ള പെണ്ണെ കൽബിലെ തേനെ ചുന്ദരി പൂവേ മൈലാഞ്ചി മൊഞ്ചുള്ള പെണ്ണെ ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽപ്പൂ ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽപ്പൂ ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഫാ മാർവാ മലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയൊരെല്ലാം തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കോലികൾ ഖുർആന്റെ കുളിരിടും മോഹങ്ങളിലൂടെ കരളിലെ കറകൾ കഴുകിടുന്നു ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽപ്പൂ ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഫാ മാർവാ മലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയൊരെല്ലാം സാഫല്യം നേടി തേടിയൊരെല്ലാം സാഫല്യം നേടി തേടിയൊരെല്ലാം വസന്തം വെഡിംഗ് കാസിൽ മൈലാഞ്ചി മൊഞ്ച് പവേർഡ് ബൈ യു ഓഫ് ക്ലബ് ബോയ്സ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ ഇൻവൈറ്റ് ചെയ്യാം. ഹബീബ് മാഷേ, ഫാദർ സേവേറിയോസ്, രഹ്നത്ത. അപ്പോൾ നമ്മുടെ ഫ്ലോർ റെഡിയാണ്, നമ്മുടെ ജഡ്ജസ് റെഡിയാണ്, നമ്മുടെ ഓർക്കസ്ട്ര ടീം റെഡിയാണ്, നമ്മുടെ ക്യാമറ റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. അപ്പോൾ അതർ ലാംഗ്വേജ് റൗണ്ടിൽ എത്തുന്നു ടീം കിസ്മത്ത്.
എന്താണ് മണവാളന്മാര്? മണവാളന്മാരല്ല, ആക്ച്വലി രാജാക്കന്മാരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല കിരീടം, എനിക്ക് കിരീടം പോലെ, നല്ല കിരീടം പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ കിരീടം വെച്ചതാണോ? ഞാൻ കിരീടം വെക്കണമെന്നോ? ആ അല്ലോ, ആ ഓക്കെ, എന്തായോ എന്തോ. ഓക്കെ, രഹനത്ത, നമ്മുടെ ടീമിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കിഷ്ടായി. എനിക്കും ഭയങ്കര ഇഷ്ടമായി. ഭയങ്കരമായിട്ട് ദാനശീലമുള്ള ഒരു ടീമാണിത്. ചോദിച്ച ഉടനെ എനിക്ക് കിരീടം വരെ തന്നു. അത് പിന്നെ കാസർഗോഡല്ലേ, അതുകൊണ്ടായിരിക്കും. പിന്നെ പാട്ടുകാരന്നെ അല്ലേ, എങ്ങനെ നന്നായിട്ട് പാടിയോ? എന്ത് തോന്നി? അത് പറയേണ്ടത് ഇത്താണല്ലോ. അതല്ല, എന്നാലും നമുക്കുണ്ടാവില്ലേ, നമ്മളിപ്പം മറ്റു എനർജിക്കായിട്ട് തോന്നി. തോന്നി. ആ ആ, അതെന്തേ? അത് കറക്റ്റ് അല്ലേ? ആ, സാധാരണ സ്റ്റേജ് പെർഫോമില് പാടുന്ന പാട്ടാണ്, കുറച്ചും കൂടി. ആ, നിങ്ങളെപ്പോഴും ഇത് എടുത്ത് പാടുന്ന പാട്ടാണ് അല്ലേ? അതെനിക്ക് ആ പാടിയപ്പോൾ തന്നെ ആ സ്റ്റൈല് അവിടെ തന്നെ ഒരു കൂളായിട്ടല്ലേ, നമ്മളെന്താ പറയുക, ഡാൻസ് ഒക്കെ ചെയ്ത് അല്ലേ, സ്റ്റേജിൽ എപ്പോഴും പാടുന്നുണ്ടാവും. ആ, അങ്ങനെ തന്നെ എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് തോന്നിയ ഒരു ശ്രുതിയുടെ ഒരു പ്രോബ്ലം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ബാക്കി ആ പറഞ്ഞ കറക്റ്റാണ്, എന്ത് എനർജി ആയിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ആ ഒരു ടെൻഷനൊന്നും ഈ പാട്ടിനില്ല. കുഴപ്പമില്ല, ഇനി ശ്രദ്ധിക്കുക അങ്ങോട്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹബീബ് മാഷേ, ഞാൻ നിങ്ങളുടെ ഈ ഡ്രസ്സ് ഇതെല്ലാം കൂടെ കാണുമ്പോൾ എൻ്റെ മനസ്സിന് ഒത്തിരി എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, അതിങ്ങോട്ട് കിട്ടിയില്ല. ഈ പച്ചത്തൊപ്പി ഒരാൾ മാത്രം ഇടാൻ എന്താ റീസൺ? അത് മണവാളനായിരുന്നെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തിരുന്നു, സിംഗേഴ്സിൻ്റെ മെയിൻ സിംഗർ ആയതുകൊണ്ട് കിട്ടുന്നുള്ളൂ. ആണല്ലേ, പക്ഷേ എനിക്കതൊരു സുഖം കിട്ടിയില്ല. മെയിൻ സിംഗർക്കായിട്ടൊരു തൊപ്പി, മണവാളിന് മറ്റൊരു തൊപ്പി, മറ്റുള്ളവർക്ക് വേറൊരു തൊപ്പി. ഇത് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യേണ്ടില്ലായിരുന്നു. മണവാളിന് ഓക്കെ, സിംഗിങ് നല്ല പവർഫുള്ളായിരുന്നു, അതിനനുസരിച്ചുള്ള സ്റ്റെപ്സ് ഒന്നും നിങ്ങൾ കൊണ്ടുവന്നില്ല. പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ഗെറ്റപ്പിൽ നിൽക്കുന്നുണ്ട്, ആ ഒരു ഗെറ്റപ്പ് നിങ്ങളുടെ കളിക്കകത്ത് വന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതെന്താ പ്രാക്ടീസിൻ്റെ കമ്മി ഉണ്ടായിരുന്നു? തുറന്ന് പറയൂ. മ്യൂസിക്കിൻ്റെ ചെറിയ കൺഫ്യൂഷൻ അത് കൃത്യമായിട്ട് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഒരു സാധനം കാണുമ്പോൾ ഒരു ഫ്ലോ ഉണ്ടാവും, ഒരു ഒഴുക്കുണ്ടാവും. ആ ഒഴുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ മിസ്സിങ് ഉണ്ടായിരുന്നു. പിന്നെ വലിയൊരു പ്രശ്നം, നിങ്ങളുടെ തൊപ്പി നിങ്ങൾക്ക്, ഞാൻ തുറന്ന് ചോദിക്കുകയാണ്, തൊപ്പി നിങ്ങൾക്ക് കളിക്കാൻ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നോ? ഇങ്ങനെ തലയൊക്കെ ഇച്ചിരി കൂടെ ചിരിച്ചു കഴിഞ്ഞാൽ അതങ്ങ് വീണ് പോകും എന്നുള്ളൊരു പേടി തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് തുറന്ന് പറയൂ. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, അത് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇച്ചിരി കൂടെ താഴ്ന്നു കഴിഞ്ഞാൽ അതങ്ങ് മറിഞ്ഞു പോകും, ഇത്തിരി കൂടെ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് മറിഞ്ഞു പോകും എന്നുള്ളൊരു ആ ഒരു ഫേസിലും ബോഡി, അതൊക്കെ കൃത്യമായിട്ട് ബോഡി ലാംഗ്വേജിലും ഫേസിലൊക്കെ ഇങ്ങോട്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പാട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ളൊരു കളി നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് കിട്ടിയില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഫാദർ, നമ്മുടെ ഈ ടീമിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ എനിക്ക് ഈ മണവാളൻ്റെ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, നല്ല ഡ്രസ്സ്, നല്ല ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് തലപ്പാവ്, നല്ല ഷെർവാനി അല്ലേ, നല്ല സുന്ദരൻ ആ ഷെർവാനിക്ക് ഇതാ ഈ തൊപ്പിയും കൂടെ വെച്ച് കഴിഞ്ഞാലാണ് കറക്റ്റ് നല്ല ഭംഗി. അത് തന്നെ, കിരീടധാരണവും കഴിഞ്ഞു. കളിയുടെ കാര്യമൊക്കെ മാഷ് പറഞ്ഞു, പാട്ടിൻ്റെ കാര്യം ഇത്തായും പറഞ്ഞു. എനിക്കും രഹനത്ത പറഞ്ഞതുപോലെ ശ്രുതിയുടെ പ്രശ്നം ആദ്യോടന്തം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലീഡ് പാടുമ്പോൾ ഒരു കുറ്റമായിട്ട് വിചാരിക്കരുത്. നിങ്ങളൊന്ന് പാടാമോ ശ്രുതി ഒന്ന്? ബന്ദൂക്ക് ദിഖാകെ, ആ കണ്ട, ഒന്ന് ട്രൈ ചെയ്ത്. ബന്ദൂക്ക് ദിഖാകെ ഹം പ്യാർ കരേഗി, ഖായൽ ഹൈ തേരാ ദീവാന ബൈവാ ബൈവാ, बंदूक दिखा 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 प्यार करेगी, घायल है तेरा दीवाना बैवा बैवा. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത് വളരെ നല്ലൊരു പാട്ടാണല്ലോ. ഈ പാട്ടിന്റെ പ്രത്യേകത എന്താ? ഏത് പാട്ടാ ഇത് ശരിക്കും? ഇത് ഹിന്ദിയാണ്. ഇത് ഷെയ്ഫ് അലി ഖാന്റെ ഒരു പാട്ടാണ്. ഫാൻറ്റം എന്ന ഒരു മൂവിയിലെ സോങ് ആണ്, പാട്ടാണ്. പാടിയത് നക്കാഷ് അസീസ് ആണ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു വളരെ ഒരുപാട് സ്റ്റേജുകളിലൊക്കെ, പ്രത്യേകിച്ച് എനിക്കൊന്ന് നമ്മുടെ ഇവിടെ ഇല്ലെങ്കിൽ പോലും നോർത്ത് ഇന്ത്യയിൽ, നിങ്ങൾ കാസർഗോഡ് തീർച്ചയായിട്ടും കിട്ടും. ശരിക്കും പറഞ്ഞാൽ കാസർഗോഡ് അല്ലേ ആദ്യമായിട്ട്, മാംഗ്ലൂർ ആ സൈഡ് ആയതുകൊണ്ട് ഹിന്ദി പെട്ടെന്ന് സോങ്സ് ആദ്യം പ്രോഗ്രാമിനൊക്കെ എടുത്ത് പാടുക അവരായിരിക്കും അല്ലേ. അവിടെ നിന്നാണ് ഇങ്ങോട്ട് കൂടുതൽ സെലക്ഷൻ ഇങ്ങോട്ട് വരിക. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഈ ബാബാ പാടുന്ന പോർഷനൊക്കെ നമുക്കിങ്ങനെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ
ശരിക്കും എൻജോയ് ചെയ്തു പേഴ്സണലി. നമ്മളൊരു സ്റ്റേജ് പെർഫോമൻസ് എന്നുള്ള നിലയിൽ നമ്മൾ എന്താ പറഞ്ഞ ഒരു ലൈവ് പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്ന നല്ല, അതായത് സദസ്സിനെ കൊഴുപ്പിച്ചു. ശരിക്കും നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം നിങ്ങളിൽ നിന്ന് മാഷ് പറഞ്ഞതുപോലെ ഒരുപാട് പ്രതീക്ഷയുണ്ട്. നല്ല നല്ല പവർഫുൾ സിംഗേഴ്സ് ഉണ്ട്, കളിക്കാരും നല്ല ഭംഗിയുള്ളവരാണ്, കഴിവുള്ളവരാണ്. അപ്പം മത്സരം മുറുകുന്നതനുസരിച്ച് നിങ്ങളും അലർട്ടായിരിക്കണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചോദിക്കട്ടെ ഗ്രേഡ്? രഹ്നത്ത, എന്താണ് ഗ്രേഡ്? എ ഗ്രേഡാണ് ഞാൻ തരുന്നത്, പക്ഷേ എ ഗ്രേഡിൽ ഹൈ മാർക്ക് ആയിരിക്കും കേട്ടോ. വേണ്ട. ഓക്കെ. ഫാദർ? A+ കൊടുക്കും. A+. കണ്ടോ ഹബീബ് മാഷേ? എ ഗ്രേഡ്. എ ഗ്രേഡ്. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് നമ്മുടെ ഓവറോൾ പെർഫോമൻസിന് ഔട്ട് ഓഫ് 10 എത്രയാണ് മാർക്ക് എന്ന് ചോദിക്കാം. ഫാദർ? 6 ഔട്ട് ഓഫ് 10. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല ഗ്രേഡാണ് കിട്ടിയിരിക്കുന്നത്. മാർക്കും അങ്ങനെ വലിയ താഴ്ന്ന മാർക്കൊന്നും അല്ല കിട്ടിയിരിക്കുന്നത്, 6 കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യുക, എല്ലാ രീതിയിലും നന്നായിട്ട് ചെയ്യുക. താങ്ക് യു. വസന്തം വെഡിംഗ് കാസിൽ മൈലാഞ്ചി മൊഞ്ച് പവർഡ് ബൈ യോഫ് ക്ലബ് ബോയ്സ് ലൈഫ് സ്റ്റൈലിൽ കോമഡി ഒപ്പനയുമായി എത്തുന്നു ടീം മർജാൻ. നോക്കണ കാക്ക നിങ്ങളുടെ സ്വർണം പൂശിയ പല്ലുകൾ കണ്ട് മയങ്ങൂല. പടച്ചോനാണ് ഞമ്മളി വണ്ടില് കേറൂല. പൂരം കാണണ ചേരുക്കൾ നമ്മളെ തുറച്ച് നോക്കണ കാക്ക നിങ്ങളുടെ സ്വർണം പൂശിയ പല്ലുകൾ കണ്ട് മയങ്ങൂല. പടച്ചോനാണ് ഞമ്മളി വണ്ടില് കേറൂല. കുപ്പിലാക്കണ കാക്ക കളിവക്ക് പലതും ചൊല്ലണ കാക്ക. ഒളി കണ്ടിട്ടാളെ കുപ്പിലാക്കണ കാക്ക കളിവക്ക് പലതും ചൊല്ലണ കാക്ക. തൽക്കാലം ഈ ചാക്കില് ഞമ്മള് കേറൂല. ഈ കാക്കാന്റെ പരിപ്പി ചട്ടില് ബിവുല. പൂരം കാണണ ചേലക്ക് ഞമ്മള് തുറച്ചു നോക്കണ കാക്ക നിങ്ങളുടെ സ്വർണ്ണഭൂഷിയ പല്ലുകൾ കണ്ട് മയങ്ങൂല. പടച്ചോനാണ് ഞമ്മളി വണ്ടില് കേറൂല.
നൂർജാൻ ചോദിക്കട്ടെ? രഹ്നത്ത? എനിക്കൊരുപാട് ഇഷ്ടമായി. കോമഡി അല്ലേ, കോമഡിയിൽ ഒപ്പന അല്ലേ, അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു അറിഞ്ഞ് ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഫുൾ നമ്മൾ ഇങ്ങോട്ടേക്കും അങ്ങോട്ട് നോക്കിപ്പോവും. മണവാട്ടിയുടെ പേര് എന്തായിരുന്നു പറയാം, എന്തൊക്കെയാണ് ഇവിടെ ചെയ്തത്. നല്ലൊരു ഹിറ്റായിട്ടുള്ള പാട്ടാണ്. ഫസിലത്തയുടെ നല്ലൊരു യോധന പ്രോഗ്രാമിലൊക്കെ എല്ലാവരും റിയാലിറ്റി ഷോയിൽ കൂടെ തന്നെയാണ് ഈ കുട്ടികളൊക്കെ എടുത്ത് ഈ പാട്ട് പാടുമായിരുന്നു എപ്പോഴും. ഇപ്പോൾ സ്റ്റേജിലും എല്ലാവരും പാടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കോമഡിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തത്. പിന്നെ പാട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നോ? ലിറിക്സ് മാറിപ്പോയി 1 2 പിന്നെ അങ്ങനെ തക്കതായിട്ടൊന്നുമില്ല അല്ലേ? 3 പേര് വരുന്ന ആ വോയിസിലുള്ളൊരു ചെറിയൊരു ക്ലാഷ് പോലെ അങ്ങനൊരു സംഭവം. പക്ഷേ ആ ലിറിക്സ് ഒരു സ്ഥലത്ത് മാറിയത് അവർക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ പാടിയത് ഭയങ്കര എനർജി കൊടുത്തായിരുന്നു കേട്ടോ. നല്ല എനർജി ഉണ്ടായിരുന്നു ആ പാട്ടിന്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. എന്താ ചിരിയെന്നറിയോ? ഈ ഒരു മിസ്റ്റേക്കേ ഉള്ളൂ. ബാക്കിയൊന്നും എനിക്ക് അങ്ങനെ പാട്ടിൽ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഫുള്ള് നമ്മളെ മണവാട്ടി എനിക്ക് തോന്നുന്നു വേറെ എന്തെങ്കിലും ഫോം അങ്ങനെ പഠിച്ചിട്ട് ഭരതനാട്യം, മോഹിനിയാട്ടമൊക്കെ ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പം പ്രൈസുകളൊക്കെ എന്തിലൊക്കെയാണ് വാരി കൂട്ടിയിരിക്കുന്നത്? ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ ഭരതനാട്യത്തിൽ 3rd, ഗ്രൂപ്പ് ഡാൻസ് 3rd, തിരുവാതിര, നാടകം എല്ലാം. പിന്നെ അതിലൊരു സ്പെഷ്യലായിട്ട് വേറൊരു ഐറ്റം ഉണ്ടല്ലോ, ഓട്ടം തുള്ളൽ. അപ്പം എന്തായാലും നമുക്ക് അത് ഒരു 2 സ്റ്റെപ്പ് നമുക്ക് ഈ ഡ്രസ്സാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അതന്നെ തേ താദിൻ തോം തേ തേ താദിൻ തോം തേ തേ താദിൻ തോം തേ തേ താദിൻ തോം തേ 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 താദിൻ തോം തേ തേ താദിൻ തോം തേ 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 താദിൻ തോം തേ തേ താദിൻ തോം തേ തേ താദിൻ തോം തേ തേ താദിൻ തോം തേ 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 താദിൻ തോം തേ തേ താദിൻ തോം തേ 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 താദിൻ തോം തേ തേ താദിൻ തോം തേ. അടിപൊളി. എന്തായാലും അടിച്ചു പൊളിച്ചു. ഇങ്ങനൊരു കഴിവ് നമുക്ക് അറിയാൻ കഴിഞ്ഞല്ലോ അല്ലേ? അതുപോലെ തന്നെ ഇവരെല്ലാവരും ഇവരുടെ ആ ഒരു കോമഡി ഒപ്പന നന്നായിട്ട് ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് തോന്നണം കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ഓരോ പെർഫോമൻസും ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫാദർ. അടിപൊളി അടിപൊളി അടിപൊളി. ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ മിയാ കുൽപ്പ മിയാ കുൽപ്പ മിയാ മാക്സിമ കുൽപ്പ എന്ന് പറയുന്ന പോലെ അതിങ്ങനെ അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ്. ശരിക്കും നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ മണവാട്ടിയും തോഴിമാരും എല്ലാം അവർ ആ സ്റ്റേജ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്താണ് കളിച്ചത്. നല്ല ഇളകി കളിച്ചു. അതിൻ്റെ കൂടുതൽ ശാസ്ത്രീയ വശങ്ങളൊക്കെ മാഷ് പറയും. എനിക്ക് ഒരു കാഴ്ചക്കാരൻ എന്നുള്ള നിലയിൽ നല്ല നല്ല ഒരു എന്താ പറയുക നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഈ പാട്ടുകാരുടെ കാര്യം പറയുമ്പോഴാണ്, പാട്ടുള്ള വിഷയത്തിലേക്ക് വരുമ്പോഴാണ്, അല്ല ഞാനവരെ വിഷമിപ്പിക്കുന്നല്ല കേട്ടോ, അതൊക്കെ ബന്ധിപ്പോകുന്ന കാര്യമാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ആ വരി മാറിപ്പോയതാവോ അതോ ഇനി എനിക്ക് തെറ്റിയതാണോ. ഞാൻ ഒന്നുകൂടെ നോക്കിയപ്പം അല്ല. പിന്നെ രണ്ടാമതും അവർക്ക് ആ പോർഷൻ തന്നെ വന്നപ്പോൾ എനിക്കൊന്ന് ലാസ്റ്റ് വന്നപ്പോഴാണ് അവർക്ക് ആ ലിറിക്സ് മാറിപ്പോയി. അത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. അവർക്കും അത് അന്നേരം തന്നെ പിന്നെ പാടിയപ്പോൾ ആ വന്ന ഫോഴ്സ് കുറഞ്ഞു പോയി. പിന്നെ എനിക്ക് തോന്നുന്നു ഇവർ ഒരുമിച്ച് പാടുമ്പോൾ ഇത്താ പറഞ്ഞതുപോലെ ഒരുമിച്ച് പാടുമ്പം ആ ഒരു ചേരായിക എന്നാൽ പാടി വരുമ്പോൾ നല്ല സുഖമാണ്. നല്ല പവർഫുൾ വോയിസുള്ള സിംഗേഴ്സ് ആണല്ലോ. നല്ല നല്ല സുഖമാണ് കേൾക്കാൻ. പിന്നെ നല്ല തീം ബേസ്ഡ് ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരു പാട്ടാണല്ലോ. സ്വർണ്ണപ്പല്ല് കാണിക്കുന്ന ഇവരുടെ എല്ലാം പല്ല് നല്ല പല്ലാണെന്ന് മനസ്സിലായത്. ഇങ്ങനെ നന്നായിട്ട് പല്ല് കാണിക്കുന്നുണ്ടായിരുന്നു, സ്വർണ്ണപ്പല്ല് കാട്ടി തന്നെ. പിന്നെ ഈ സുരഭി, ശരിക്കും സുരഭി എനിക്കൊന്ന് ഇത്താ കണ്ടിട്ടായിരിക്കണം ചോദിച്ചത്, ആളുടെ ആ ടാലൻറ്റ് മനസ്സിലാക്കിയത്. ഒരു പോർഷൻ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഇങ്ങനെ കൈ അടിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നിരുന്നുണ്ട്. അതാ ശരിക്കും നമ്മൾ ആ കാണിക്കുന്ന ആ ഫീൽ അത് വരുന്നുണ്ട്. എനിക്കൊന്ന് അത് കണ്ടിട്ടായിരിക്കും വല്ലതും പഠിച്ചതാണോ എന്ന് ചോദിച്ചതേ. മീൻസ് വേറെ നൃത്തം പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത്. അതൊക്കെ എനിക്ക് അതൊക്കെ വളരെ ഭംഗിയായിട്ട് തോന്നി. നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പം ഇനിയും അങ്ങോട്ട് നന്നായി വരട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു ഹബീബ് മാഷേ. ഒരു തരക്കേടില്ലാത്തൊരു അവതരണം എന്ന് പറയാനേ എനിക്ക് പറ്റുന്നുള്ളൂ. എന്നാൽ മോശമൊന്നുമില്ല.
ഒരു സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രമേയം നിങ്ങളിവിടെ പാട്ടിനകത്ത് അതുണ്ട്. പക്ഷേ ഇതിൽ ഇങ്ങോട്ട് നമുക്ക് വിഷ്വൽ ചെയ്തപ്പം അത്രയും കൊണ്ട് ഫലവത്തായി കിട്ടിയില്ല. ഒത്തിരി നല്ല ഭംഗിയുള്ള പാട്ടും നല്ല കോമഡി ലൈൻസൊക്കെ ഇതിനകത്തുണ്ട്. ഹ്യൂമർ ഒത്തിരി കൊണ്ടുവരാൻ പറ്റുന്ന കുറേ ലൈൻസ് ഇതിനകത്തുണ്ട്. പക്ഷെ അത്രയും ഹ്യൂമർ ഇങ്ങോട്ട് വർക്കൗട്ട് ചെയ്ത് കിട്ടിയില്ല. ഇതിൽ മെയിൻ നമ്മുടെ ഓട്ടംതുള്ളൽക്കാരി സുരഭി അതിനങ്ങ് ഭംഗിയാക്കി. സുരഭിനെ ശ്രദ്ധിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ മൊത്തം അവളിലേക്ക് പോകുമ്പോൾ ആസ് യൂഷ്വൽ നന്നായി എന്ന് പറയാം. പക്ഷേ എൻ്റെ ഒരു വ്യൂ അവളെ മാത്രമല്ല, എനിക്ക് മൊത്തം ഒബ്സർവ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞു പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ചില ഭാഗങ്ങളിലൊക്കെ. റെഡി? പിന്നെ അതുപോലെ തന്നെ കോർഡിനേഷൻ്റെ ഒരു കമ്മി ഉണ്ടായിരുന്നു. പാട്ട് നല്ല പവർഫുള്ളായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പാട്ട് ക്ലബ് ചെയ്ത് പാടുമ്പോൾ ചെറിയ ക്ലാഷ് ഒപ്പം വരുമ്പോൾ ആ ടൈമിങ്ങിൽ ചെറിയൊരു പ്രശ്നം വന്നിരുന്നു 1-2 സ്ഥലത്ത്. അല്ലാതെ പാട്ട് നല്ല മനോഹരമായിട്ട് തന്നെ നല്ല ഭംഗിയിൽ പാടിയിട്ടുണ്ടായിരുന്നു. ഈ പാട്ടിനനുസരിച്ചുള്ളൊരു ഡ്രസ്സൊക്കെയാണ്, പക്ഷേ ഇത്രയും റിച്ച് ഒരു ഓർണമെൻ്റ് അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പൂരം കാണണ ഈ ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കൊമേഡിയൻ സോങ് തന്നെ. പക്ഷെ അതിലേക്ക് ഇത്രയും ആർഭാടമുള്ളൊരു നെക്ലസ്, ഒരു മാട്ടി, പിന്നെ ഉള്ള ഇങ്ങനെ അതുപോലെ മണവാട്ടിയുടെയൊക്കെ ഇത്രയും ഭയങ്കര തിളക്കമുള്ളൊരു ഓർണമെൻറ്റ്സിൻ്റെ ഒന്നും ഒരു ആർഭാടത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കോമഡി പാട്ടിന് സ്യൂട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ്, പക്ഷെ അതിലേക്കുള്ള ഓർണമെൻറ്റും കൂടെ സ്യൂട്ടായി നിൽക്കേണ്ടിയിരുന്നു. അതിൽ നിങ്ങൾക്ക് ചെറിയൊരു പരാജയം വന്നിട്ടുണ്ട്. റെഡി? മെയിൻ സുരഭി ഉള്ളതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയാം. മൊത്തത്തിൽ ഒരു സുഖം പകരാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഇതല്ലായിരുന്നു നിങ്ങളുടെ നിന്ന് പ്രതീക്ഷിച്ചത്. അതിൽ ഇച്ചിരി ഒരു താഴേക്ക് വന്നു. റെഡി? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പം ഞാൻ ഗ്രേഡ് ചോദിക്കട്ടെ. രഹനത്ത? A+ ലോ ആയിരിക്കും. A+. ഫാദർ? A+. ഹബീബ് മാഷേ? ഇപ്പം തൽക്കാലം ഗ്രേഡ് A. ഹബീബ് മാഷേ, ഔട്ട് ഓഫ് 10 ടീം അർജാൻ എത്രയാണ്? 6.5. 6.5 ഔട്ട് ഓഫ് 10. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യുക. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാണ് നല്ല പെർഫോമൻസിന് വേണ്ടി. താങ്ക് യു സോ മച്ച്. വസന്തം വെഡിങ് കാസിൽ മൈലാഞ്ചി മൊഞ്ച് പവർഡ് ബൈ യു ഓഫ് ക്ലബ് ബോയ്സ് ലൈഫ് സ്റ്റൈലിൽ ഫ്യൂഷൻ റൗണ്ടുമായി എത്തുന്നു ടീം ഇഷൽ. ചെരുപ്പുമ്മല്ലണഞ്ഞുള്ള പുതുനാരി, അണഞ്ഞുള്ള പുതുനാരി, ചെരുപ്പുമ്മല്ലണഞ്ഞുള്ള പുതുനാരി, അണഞ്ഞുള്ള പുതുനാരി, പല്ലിമാർ സമൂഹത്തിൽ വിളങ്ങിടുന്നേ നാരി, വിളങ്ങിടുന്നേ, പല്ലിമാർ സമൂഹത്തിൽ വിളങ്ങിടുന്നേ നാരി, വിളങ്ങിടുന്നേ, കരിനിലാമിഴികളിൽ കരിമഷി എഴുതിയ, കരിമഷി എഴുതിയ, കരിനിലാമിഴികളിൽ കരിമഷി എഴുതിയ, കരിമഷി എഴുതിയ, കമലപ്പൂ പുതുനാരി ഇതാ വരുന്നേ നാരി, ഇതാ വരുന്നേ, കമലപ്പൂ പുതുനാരി ഇതാ വരുന്നേ നാരി, ഇതാ വരുന്നേ. പണികുറി വെച്ച പഞ്ചൽ കാപ്പം ഗുണമെഴു കല്ലുമണികളടിപ്പം തലമുടി പൂരണം കെട്ടിക്കൊടിപ്പം, പണികുറി വെച്ച പഞ്ചകൾ കാപ്പം ഗുണമെഴു കല്ലുമണികളടിപ്പം തലമുടി പൂരണം കെട്ടിക്കൊടിപ്പം, കോടിപ്പാലും ചമയങ്ങൾ പലതും മൊഴി, പലതും മൊഴി, കോടിപ്പാലും ചമയങ്ങൾ പലതും മൊഴി, പലതും മൊഴി, ഇടം വലം മുഞ്ചത്തിമാർ കൈകൊട്ടിപ്പാടി, കൈകൊട്ടിപ്പാടി, ഇടം വലം മുഞ്ചത്തിമാർ കൈകൊട്ടിപ്പാടി, കൈകൊട്ടിപ്പാടി. മണവട്ടി മണിയറ തന്നിൽ മാരുവിടുന്നേ നാടി ചീരുന്നിടുന്നേ, മണവട്ടി മണിയറ തന്നിൽ മാരുവിടുന്നേ നാടി ചീരുന്നിടുന്നേ, തനദിന താനാദിന്ദ താനാദിന്ദിനോ, തനദിന താനാദിന്ദിനോ, തനദിന താനാദിന്ദിനോ,
അഞ്ചൽ, നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മണവാട്ടി, ഇപ്രാവശ്യം കളിച്ചു. കഴിഞ്ഞ പ്രാവശ്യം കളിച്ച ആൾ ഇപ്രാവശ്യം മണവാട്ടിയായി. ഇങ്ങനെ ഷഫിൾ ചെയ്ത് പോകുന്നുണ്ട് അല്ലേ എല്ലാവരും. നല്ല കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മണവാട്ടിയും ആവാം, കൂടെ കളിക്കുകയും ചെയ്യാം. അപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല, ഞാൻ മാത്രം മണവാട്ടിയായി, ഞാൻ മാത്രം കളിച്ചു ഒപ്പന അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് കമൻസ് ചോദിക്കാം. ഹബീബ് മാഷേ, പാട്ട് അസ്മ പൊളിച്ചടിക്കുന്നുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു അവളുടെ പാട്ട്. എപ്പോഴും എനിക്ക് ഒരുപാട് സുഖം തന്നെയാണ്. അത് ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ പാട്ടിനനുസരിച്ചുള്ള ഒരു പവർ കളിയിൽ ഇങ്ങോട്ട് കിട്ടിയില്ല. ഒരു ഫ്യൂഷൻ ഒപ്പന എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല ഭംഗിയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത ആ മാനേജ്മെൻറ്റ് കറക്റ്റായിരുന്നു. ഡ്രസ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വന്ന് മേലെയുള്ള ആ ഒരു ഗ്രീൻ തട്ടത്തിലേക്ക് സ്യൂട്ടായിട്ടുള്ളതായിരുന്നു ചേഞ്ച് ചെയ്ത് വന്നപ്പോഴൊക്കെ വന്നത്. പക്ഷെ മണവാട്ടിയുടെ ഡ്രസ്സ് അതിലേക്ക് അത്ര അങ്ങ് സ്യൂട്ടായി നിന്നില്ല കളറ്. മറ്റതൊക്കെ ഇങ്ങനെ ഉദിച്ചു. അതിൻ്റെ മുന്നേ ഉള്ളായിരുന്ന വേറെ കളറ്, അതിൻ്റെ ശേഷം മറ്റൊരു കളറ്, ഇപ്പോൾ ലാസ്റ്റ് യെല്ലോ, ഗ്രീന്, ഒരു ഗോൾഡൻ, റെഡ് വർക്കുള്ള ചെറിയൊരു കോട്ട്, ഇതെല്ലാം കൂടെ വന്നപ്പോൾ അതിലേക്ക് മണവാട്ടിൻ്റെ ഡ്രസ്സ് ചേഞ്ച് ആവുന്നേ ഇല്ല. അപ്പോൾ ഈ 3 ചേഞ്ചിങ്ങിലേക്കും സ്യൂട്ടായി നിൽക്കുന്ന ഒരു കളറായിരുന്നു ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, മത്സരം മുറുകിക്കൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിക്കുക അടുത്ത റൗണ്ടിലൊക്കെ കേട്ടോ. ഓക്കെ, കീപ് ഇറ്റ്. താങ്ക് യു. ഫാദർ സെവേറിയോസ്, നല്ല പാട്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം മുതൽ ഇവരുടെ കൂടെ പാടിക്കൊണ്ടിരിക്കുക, കാരണം എല്ലാം ഫേവറേറ്റ് സോങ്സ് ആണ്. ഈ പാട്ട് പാടുമ്പം പ്രത്യേകിച്ച് ലീഡ് അസ്മയുടെ ഒരു വലിയ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകൾക്ക് പറ്റിയ ശബ്ദമാണ് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ അസ്മയുടെ ശബ്ദം. പ്രത്യേകിച്ച് ഞാൻ ഈ പാട്ട് കിരികിരി ചെരിപ്പുമ്പൽ, ഈ പാട്ട് ആദ്യം കേൾക്കുന്നത് നമ്മുടെ, എനിക്കൊന്നും റിയൽ ട്രാക്ക് പാടിയിരിക്കുന്നത് വിളയിൽ ഫസീല എന്നുള്ള പാട്ടുകാരിയാണ് അല്ലേ? അതെ, ഫസീലത്താൻ്റെ പാട്ടാണ്. അപ്പം ഞാനത് ആദ്യത്തെ ആ റെക്കോർഡുണ്ട്, അത് എൻ്റെ ചെവിയിൽ ഇങ്ങനെ കിടപ്പുണ്ട് പഴയ കാലത്തെ. അപ്പോൾ അത് കേട്ട ആ ഒരു എന്താ പറയുക, അതിനെ കുറച്ചുകൂടി പഴയ കാലത്തെ ഉള്ളതിൻ്റെ റെക്കോർഡ് നമ്മൾ റീമിക്സ് ചെയ്ത് കേട്ട ഒരു ഫീൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു ഇമ്പകരമായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആദ്യോടന്തമായ എനർജി നിങ്ങൾ കീപ്പ് ചെയ്തു. പിന്നെ അതിന് ഏറ്റവും നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് ഓർക്കസ്ട്രക്കാരോടാണ്. സമ്പൂർണ്ണമായ ഓർക്കസ്ട്ര, ഒരു രക്ഷയില്ലാത്ത ഓർക്കസ്ട്രയാണ് അത്. അവരവരുടെ കഴിവും മികവും തെളിയിച്ച ആർട്ടിസ്റ്റുകളാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെയുള്ള പാട്ടുകൾക്ക് എപ്പോഴും നല്ല കോഡ്സും റിതം പാറ്റേൺ മാറിപ്പോയാൽ നമുക്കൊരു സുഖമില്ല. പക്ഷെ നിങ്ങൾക്ക് പാടാവുന്ന നല്ല അടിപൊളിയായിട്ട് അത് ചെയ്തു തന്നിട്ടുണ്ട്, നല്ല ഭംഗിയായിരുന്നു. പിന്നെ നിങ്ങൾ ഒരുമിച്ച് പാടുമ്പോഴും കൂടുതൽ പറയും, എനിക്ക് ചില ഇടങ്ങളിലൊക്കെ നമുക്ക് വരാവുന്ന ഇതേ ഉള്ളൂ, എന്താ വീഴ്ചകളേ ഉള്ളൂ, ശ്രുതിയുടെയും അതുപോലെ നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, അല്ലാതെ ഒന്നൊരു മേജറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നല്ല പാട്ടുകളും ഒക്കെ ആയിരുന്നു. പിന്നെ എനിക്കൊരു ഇത് തോന്നിയത്, നിങ്ങൾ തുടക്കം മുതലേ നിങ്ങൾക്ക് എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട്. കാരണം പൊതുവേ നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾ വളരെ പ്ലസൻ്റ് ആണ്. ഇനിയും വല്ല രോഗാവസ്ഥയാണോ? പക്ഷെ മണവാട്ടിയും പതിവ് പോലെ അത്ര പ്ലസൻ്റ് ആയിരുന്നില്ല അല്ലേ? എന്തായാലും നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം വല്ലതും ഉണ്ടായിരുന്നോ? ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ആണോ? ഓക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഇനി നല്ല പെർഫോമൻസ്, പ്രത്യേകിച്ച് ലീഡ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ലീഡ് പോർഷനൊക്കെ നല്ല നല്ല ഭംഗിയായിരുന്നു. പിന്നെ വോയിസ് കോമ്പിനേഷൻ ആയാലും അടുത്ത പാട്ടുള്ള തനതിന്ത ഒക്കെ പാടുമ്പോൾ നല്ല നല്ല ഭംഗിയായിരുന്നു. പിന്നെ എനിക്കൊരു ചെറിയൊരു സജഷൻ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് പാടിയിട്ട് ആ റിതം ഇച്ചിരി കൂട്ടി പോയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നു. ആ പാടുന്ന പോർഷൻ ലാസ്റ്റ് ആക്കിക്കൊണ്ട് നിങ്ങൾ ലാസ്റ്റ് പാടിയ പോർഷൻ മുകളിലോട്ട് കയറ്റി പാടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. എന്ന് വെച്ചാൽ ആ ഒരു എൻഡിങ് ഫീല് നമുക്ക് കുറച്ചുകൂടി ഹൃദ്യമായിട്ട് തോന്നിയേനെ. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ മാഷ് പറഞ്ഞ പോലെ മത്സരം മുറുകയാണ്. അപ്പം നിങ്ങളെ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടായിരിക്കണം കേട്ടോ എപ്പോഴും. പരസ്പരം കോർഡിനേഷനും ഒക്കെ. അത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം ഉണ്ടെങ്കിൽ പോലും ഫ്ലോറിൽ വരുമ്പോൾ അതൊരിക്കലും കാണാൻ പാടില്ല. പ്രത്യേകിച്ച് ഇത്രയും നല്ല മൊഞ്ചത്തിമാരായിട്ട് നിങ്ങൾ ഒരുങ്ങി ഇത്രയും ലൈറ്റൊക്കെ തന്ന് നിങ്ങളെ ഇങ്ങനെ തിളക്കി നിർത്തുമ്പോൾ ചെറിയ ഒരു വേരിയേഷൻ പോലും നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും, അത് മനസ്സിലാകും. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ ആശംസകളും, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. റഹ്നത്ത, അച്ഛനും അഭിമാഷൊക്കെ വിശദമായിട്ട് തന്നെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ മുഴങ്ങി നിൽക്കുന്നത് അസ്മയുടെ വോയിസ് തന്നെയാണ്. അസ്മ ശരിക്കും പഠിക്കുകയല്ലേ, എന്താ ചെയ്യുന്നത് പറഞ്ഞു? മാരേജ് കഴിഞ്ഞു. മാരേജ് കഴിഞ്ഞു. ഞാൻ എന്താന്നുള്ളതിൽ അതോടെ
ആ പകുതിയിൽ അങ്ങ് നിർത്തിയതാ, ബാക്കി പിന്നെ എന്തായാലും ആ ശബ്ദം ഭയങ്കര ബോൾഡാ അല്ലേ, ഭയങ്കര ഓപ്പണാണ്. എല്ലാം അടിപൊളിയൊക്കെ പാടുന്നുണ്ടാവുമായിരിക്കും അല്ലേ അസ്മ? എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മുഴങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ പാട്ടിൽ എനിക്ക് തോന്നുന്നു കളിയിൽ കുറച്ചൊരു എനർജി കുറവുണ്ടായിരുന്നു ശരിക്കും. അതേ പറഞ്ഞ പാട്ടാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അച്ഛൻ ചോദിച്ചേന്ന് എനിക്ക് ഇപ്പോഴും ഒരു സംശയമുണ്ട്. ഞാൻ ആദ്യം കണ്ടുപിടിച്ചൊരു കാര്യമായിരുന്നു നിങ്ങളൊരു കോർഡിനേഷൻ പ്രശ്നം ഉണ്ട്. അത് അസ്മ പേടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുക. എനിക്കത് അറിയാം, എന്തൊക്കെയൊക്കെ ഉണ്ട്. ആ ഒരു എനിക്ക് തോന്നുന്നു ഒരു പ്രാക്ടീസിൻ്റെ ഉറക്കം അതൊക്കെ ഒരു വേറെ വശമാണ്. പക്ഷേ എന്തോ ഒരു ഉണ്ടോ അസ്മയ്ക്ക് എന്തേ പറയാണ്ടോ? ഇന്നലെ നൈറ്റാണ് ഞങ്ങളിത് സെറ്റാക്കിയത്. അതിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, അതാണ് ആ കൺഫ്യൂഷൻ. എപ്പോഴും നമ്മളെ മണവാട്ടിക്ക് ഒരു എന്തോ ഒരു ചിരിക്കാനൊക്കെ ഒരു പ്രയാസമുണ്ട്. അത് അസ്മ പറഞ്ഞതിൻ്റെ പ്രശ്നമാണോ? അത് ഒന്നും വിചാരിക്കണ്ട കേട്ടോ, അസ്മയല്ല, ഞാൻ ആരോട് ചോദിച്ചാലും ചിലപ്പോൾ എനിക്കത് പറഞ്ഞു തന്നിരിക്കും. അങ്ങനെ ഒരു കാര്യം എനിക്കുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് അധികം പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി അടുത്തത് വരുമ്പോൾ നമുക്ക് മാക്സിമം നമ്മൾ എഫേർട്ട് എടുക്കുക എന്ന് തന്നെ പറയണം അല്ലേ, ട്രൈ ചെയ്യണം. കാരണം മാർക്സ് കൂടെ പോകുന്നതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പം കളിയിലും രണ്ടും ഒരുമിച്ച് തന്നെ കൊണ്ടുപോവാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി ഗ്രേഡ് ചോദിക്കാം. ഹബീബ് മാഷേ, ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, നല്ല പാട്ടുകാരാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ് വേണ്ടിയത്. പിന്നെ നല്ല ടൈമിംഗ് ഒക്കെ ഉള്ള കറക്റ്റ് നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന കുട്ടികളാണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും വലിയൊരു മത്സരത്തിൽ നിങ്ങൾ വരുമ്പോൾ അതിന് പറ്റുന്ന കൊറിയോഗ്രാഫറെ തേടി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടിയിരുന്നു. അങ്ങനെ ഒരു ഗുരുമുഖത്തുനിന്ന് കൃത്യമായിട്ട് പഠിച്ച് തന്നെ വരേണ്ടിയിരുന്നു. ഓരോ ഇതും അങ്ങനെയാണ് വേണ്ടിയിരുന്നത്. അതിൻ്റെ ഒരു അഭാവം ഇവിടെ കൃത്യമായിട്ട് കണ്ടത്. അപ്പോൾ ഗ്രേഡ് എ മാത്രമേ തരുന്നുള്ളൂ. എ ഗ്രേഡ്. ഫാദർ സെവേറിയോസ്, ഞാൻ പാട്ട് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ബാക്കി ശ്രദ്ധിച്ചു, പക്ഷെ കൂടുതൽ ശ്രദ്ധ അങ്ങോട്ട് പോകും. അതെ അതെ, കാരണം എൻ്റെ ഫേവറേറ്റ് സോങ്സ് ആണായിരുന്നു ആ പാടിയതെല്ലാം. അപ്പോൾ അതുകൊണ്ട് അത് നല്ലതായിരുന്നു, നന്നായിട്ട് പാടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ A+ കൊടുക്കും. A+. രഹ്നത്ത, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാനും ആ പാട്ടിൽ തന്നെയാണ് മുഴുകി ഇങ്ങനെ ഇരിക്കുക. എനിക്കിഷ്ടമുള്ള 3 പാട്ടുകൾ തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ സെലക്ഷൻ എനിക്കിഷ്ടമായിട്ടുണ്ട്. A+. again. ഫസ്മയും ടീമുമാണ് ഇപ്രാവശ്യത്തെ തുറുപ്പുകളന്മാരല്ലേ. അപ്പോൾ നമുക്ക് ഓവറോൾ പെർഫോമൻസിന് എത്ര മാർക്ക് ഉണ്ടെന്ന് ചോദിക്കാം. രഹ്നത്ത, എത്ര മാർക്ക് ഉണ്ട്? 6.5. 6.5 out of 10. അപ്പോൾ അടുത്ത പ്രാവശ്യം നന്നായിട്ട് എന്ത് ചെയ്യും, നന്നായിട്ട് ഡാൻസ് ചെയ്യണം. കാരണം ചെറിയൊരു എനർജി കുറവുണ്ടായിരുന്നു അല്ലേ, നമുക്ക് തന്നെ മനസ്സിലായില്ല എനർജി കുറവുണ്ടായിരുന്നു എന്ന്. അതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. നല്ല കുട്ടികൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും എന്തായിരുന്നു മിസ്റ്റേക്ക് എന്നുള്ളത് അല്ലേ. അപ്പോൾ അടുത്ത പ്രാവശ്യം നന്നായിട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കിഡിലൻ സിംഗേഴ്സാണുള്ളത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞങ്ങൾ പ്രതീക്ഷിക്കും നല്ല പെർഫോമൻസ് ആയിട്ട് നിങ്ങൾ വരുന്നു. താങ്ക് യു.